എയിം സ്റ്റഡി സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ് എന്നുള്ള പോയം കംപ്ലീറ്റ് ആയി. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ടുഡേ വി ആർ ഡീലിംഗ് വിത്ത് ജോൺ കീറ്റ്സ്. നിങ്ങൾ സിലബസ് കയ്യിലുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. ജോൺ കീറ്റ്സിൻ്റെ ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ എന്നുള്ള പോയമാണ് നമുക്ക് സിലബസിൽ തന്നിട്ടുള്ളത്. സോ ആ ഒരു പോയമാണ് സിലബസിൽ കൊടുത്തിട്ടുള്ളതെങ്കിൽ പോലും ജോൺ കീറ്റ്സിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ വർക്ക്സ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഇതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ജോൺ കീറ്റ്സ്, അതുപോലെ തന്നെ വാട്ട് ഈസ് റൊമാൻറ്റിസിസം, വാട്ട് ഈസ് റൊമാൻറ്റിക് പോയട്രി and which are the romantic poetry works and who are the main romantic poets, authors എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കൂടി ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നില്ല, എങ്കിൽ പോലും അതൊന്നും അറിഞ്ഞിരിക്കുക. ആസ് എ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അതിനെപ്പറ്റിയൊരു അറിവുണ്ടാവുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ജോൺ കീറ്റ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോൺ ഒക്ടോബർ 31, 1795 അദ്ദേഹത്തിൻ്റെ ജനനം. ജോൺ കീറ്റ്സ് ബോൺ ഒക്ടോബർ 31, 1795 ഇൻ ലണ്ടൻ ആൻഡ് ഡൈഡ് ഇൻ 1821. അപ്പോൾ 1795 to 1821 ആണ് അദ്ദേഹത്തിൻ്റെ ഒരു പീരിയഡ് എന്ന് പറയുന്നത്. ആൻഡ് ഹി വാസ് ബോൺ ഇൻ ലണ്ടൻ ആൻഡ് ഡൈഡ് ഇൻ റോം. ഓക്കെ, ദെൻ ഇംഗ്ലീഷ് റൊമാൻറ്റിക് ലിറിക് പോയറ്റ് ഹു ഡിവോട്ടഡ് ഹിസ് ഷോർട്ട് ലൈഫ് ടു ദ പെർഫെക്ഷൻ ഓഫ് എ പോയട്രി മാർക്ഡ് ബൈ വിവിഡ് ഇമേജറി, ഗ്രേറ്റ് സെൻഷ്യസ് അപ്പീൽ ആൻഡ് ആൻ അറ്റംപ്റ്റ് ടു എക്സ്പ്രസ് എ ഫിലോസഫി ത്രൂ ക്ലാസിക്കൽ ലെജൻഡ്. ഇദ്ദേഹം ജോൺ കീറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഹി വാസ് എ ഗ്രേറ്റ് റൊമാൻറ്റിക് പോയറ്റ് ആൻഡ് ഇംഗ്ലീഷ് റൊമാൻറ്റിക് ലിറിക് പോയറ്റ് ആയിരുന്നു. ബട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് ലൈഫായിരുന്നു. ആൻഡ് ഹീ ഡൈഡ് ഇൻ ദ ഏജ് ഓഫ് 25. 1795 തൊട്ട് 1821 വരെയാണ് അദ്ദേഹത്തിൻ്റെ പീരീഡ്. അപ്പോൾ അദ്ദേഹം വളരെ കുറച്ച് കാലം മാത്രമാണ് ജീവിച്ചിരുന്നത്. ആൻഡ് ആ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് പീരീഡിൽ തന്നെ അദ്ദേഹം ഒരു പെർഫെക്ഷൻ, പോയട്രിയിൽ ഒരു പെർഫെക്ഷൻ കൊണ്ടുവരാനും ഒരു വിവിഡ് ഇമേജറി, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു മാർക്ക് പോയട്രിയിൽ കൊണ്ടുവരാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റൊമാൻറ്റിസിസം തന്നെയാണ് ഏറ്റവും മേജറായിട്ട് അതിൽ എടുത്തു പറയാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ. ദെൻ ഹി സൺ ഓഫ് എ livery stable manager, ജോൺ കീറ്റ്സ് received relatively little formal education. ഇതൊക്കെ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റോറി മാത്രമാണ്, ഇറ്റ്സ് ലെസ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാം അതിലൂടെ. അപ്പോൾ അദ്ദേഹത്തിന് വളരെ കുറച്ച് ഫോർമൽ എഡ്യൂക്കേഷൻ മാത്രമാണ്, ബിക്കോസ് ദേ ആർ നോട്ട് വെൽ സെറ്റിൽഡ്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ റിലേറ്റീവ്ലി കുറച്ച് എഡ്യൂക്കേഷൻ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ഹിസ് ഫാദർ ഡൈഡ് ഇൻ 1804. 1804 തന്നെ അദ്ദേഹത്തിൻ്റെ ഫാദർ ഡൈഡ്. ആൻഡ് ഹിസ് മദർ റീമാരീഡ് ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മദർ റീമാരി ചെയ്തു. ത്രൂ ഔട്ട് ഹിസ് ലൈഫ് കീറ്റ്സ് ഹാഡ് ക്ലോസ് ഇമോഷണൽ ടൈസ് ടു ഹിസ് സിസ്റ്റർ ഫാനി ആൻഡ് ഹിസ് 2 ബ്രദേഴ്സ് ജോർജ് ആൻഡ് ടോം. സോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ ആൻഡ് ബ്രദേഴ്സ് ആരൊക്കെയാണെന്നാണ് പറഞ്ഞത്. And after the breakup of their mother's second marriage, the Keats children lived with their widowed grandmother at Edmonton, Middlesex. അവർ ഈ മദറിൻ്റെ റീമാരേജിന് ശേഷം അവർ ഗ്രാൻഡ് മദറിനോടൊപ്പമാണ് താമസിച്ചിരുന്നത്. ജോൺ അറ്റൻഡഡ് എ സ്കൂൾ അറ്റ് എൻഫീൽഡ് 2 miles away that was run by John Clark, whose son Charles Cowden Clark did much to encourage Keats' literary aspirations. സോ അദ്ദേഹം അവിടെ ഒരു സ്കൂളിൽ, എൻഫീൽഡിലൊരു സ്കൂളിലാണ് അറ്റൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു എന്ന് പറയാം. ബിക്കോസ് ദാറ്റ് സ്കൂൾ വാസ് റൺ ബൈ ജോൺ ക്ലാർക്ക് എന്ന് പറയുന്ന ഒരു മാനായിരുന്നു അത് റൺ ചെയ്തിരുന്നത്.
ആൻഡ് അദ്ദേഹത്തിൻ്റെ സണ്ണായിരുന്നു ചാൾസ് കൗഡൻ ക്ലാർക്ക്. അപ്പോൾ അദ്ദേഹം ഈ കീറ്റ്സിൻ്റെ ലിറ്റററി ആസ്പിരേഷൻസിനെ ഒരുപാട് എൻകറേജ് ചെയ്യാൻ ശ്രമിച്ചിരുന്ന ഒരു ആളായിരുന്നു. അറ്റ് സ്കൂൾ കീറ്റ്സ് വാസ് നോട്ടഡ് ആസ് എ പഗ്നീഷ്യസ് ലാഡ് ആൻഡ് വാസ് ഡിസൈഡഡ്ലി നോട്ട് ലിറ്റററി. അദ്ദേഹം എന്താണ്, സ്കൂൾ ടൈമിൽ അദ്ദേഹം ഒരു വളരെ സാധാരണ മനുഷ്യനായിട്ടാണ്, നോട്ട് ലിറ്റററി ആയിട്ടൊന്നുമല്ല അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ബട്ട് ഇൻ 1809 he began to read voraciously. പക്ഷേ ഇൻ 1809 അദ്ദേഹം ഒരുപാട് വായിക്കാൻ ആരംഭിച്ചു. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് കീറ്റ്സ് ചിൽഡ്രൻസ് മദർ ഇൻ 1810, their grandmother put the children's affairs into the hands of a guardian, Richard Abbey. At Abbey's instigation, John Keats was apprenticed to a surgeon at Edmonton in 1811. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മദർ ഇവരുടെ മദറിൻ്റെ ഒരു ഡെത്തിന് ശേഷം ഇവരെ ഒരു ഗാർഡിയൻ ഏൽപ്പിക്കുകയാണ്, റിച്ചാർഡ് ആബെ. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ ജോൺ കീറ്റ്സ് ഒരു സർജൻ്റെ അപ്രൻറ്റീസായിട്ട് അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദെൻ ഹി ബ്രോക്ക് ഓഫ് ഹിസ് അപ്രൻറ്റീസ്ഷിപ്പ് ഇൻ 1814 ആൻഡ് വെൻ ടു ലിവ് ഇൻ ലണ്ടൻ. അദ്ദേഹം 1814 ലണ്ടനിലേക്ക് പോവുകയാണ്. വെർ ഹി വർക്ക്ഡ് ആസ് എ ഡ്രസ്സർ ഓർ ജൂനിയർ ഹൗസ് സർജൻ. ഇങ്ങനെ ഡ്രസ്സറായിട്ടും ജൂനിയർ ഹൗസ് സർജനായിട്ടൊക്കെ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട് അറ്റ് ഗൈസ് ആൻഡ് സെൻറ്റ് തോമസ് ഹോസ്പിറ്റൽസ്. ഹിസ് ലിറ്റററി ഇൻട്രസ്റ്റ് ഹാഡ് ക്രിസ്റ്റലൈസ്ഡ് ബൈ ദിസ് ടൈം. ഈ ടൈമിൽ അദ്ദേഹത്തിന് എന്താണ്, ആ ഒരു പോയട്രി എന്നുള്ള ആ ഒരു തലത്തിലേക്ക് അദ്ദേഹം ക്രിസ്റ്റലൈസ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ആഫ്റ്റർ 1817 ഹി ഡിവോട്ടഡ് ഹിംസെൽഫ് എൻറ്റയർലി ടു പോയട്രി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മിസറബിളായിട്ടുള്ള ഒരു ലൈഫിലൂടെ കടന്നു പോയിട്ട് അദ്ദേഹം എന്താണ് 1817 അദ്ദേഹത്തിൻ്റെ ഹി ഡിവോട്ടഡ് ഹിംസെൽഫ് ടു പോയട്രി, ഫുള്ളി ഡിവോട്ടഡ്. അതുവരെ അദ്ദേഹം എന്താണ്, ആ ഒരു പോയട്രി എന്നുള്ളത് ക്രിസ്റ്റലൈസ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം പല പല ഡ്യൂട്ടീസ്, ബിക്കോസ് ഹി ഹാസ് ടു സർവൈവ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ്, ജൂനിയർ സർജൻ, ഹൗസ് സർജനായിട്ടും ഡ്രസ്സറായിട്ട് അങ്ങനെ ഡിഫറെൻറ്റ് പ്ലേസസിൽ അദ്ദേഹം വർക്ക് ചെയ്യാണ്, അപ്രൻറ്റീസായിട്ടും ഒക്കെ ഒരുപാട് വർക്ക് ചെയ്യാണ്. ബട്ട് എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു അംബീഷൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം ആഗ്രഹിച്ച പോലെ 1817 അദ്ദേഹം ഫുള്ളി ഡിവോട്ടഡ് ഹിസ് ലൈഫ് ടു പോയട്രി. ഫ്രം ദെൻ അൺടിൽ ഹിസ് ഏർലി ഡെത്ത്, ഞാൻ ഓൾറെഡി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ഏർലി ഡെത്തായിരുന്നു. സോ ഒരു ഷോർട്ട് പീരീഡ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫ്. അതിനിടയ്ക്ക് 1817 അദ്ദേഹത്തിൻ്റെ ലൈഫ് ഈ പോയട്രിക്ക് വേണ്ടി ഡിവോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എത്ര കുറച്ച് വർഷം മാത്രമാണ് അദ്ദേഹത്തിന് പോയട്രിയിൽ ആസ് എ പോയറ്റ് അദ്ദേഹം ജീവിച്ചത് എന്നുള്ളത്. 1825 വരെ 1821 വരെ. ഹി ഡൈഡ് ഇൻ 1821. സോ ആ ഒരു 1817 തൊട്ട് 17, 18, 19, 20 and 21 ഇത്രയും ഇയേഴ്സ് മാത്രമാണ് അദ്ദേഹം എന്താണ്, ഹി ലിവ്ഡ് ആസ് എ പോയറ്റ്. ദ സ്റ്റോറി ഓഫ് ഹിസ് ലൈഫ് ഈസ് ലാർജ്ലി ദ സ്റ്റോറി ഓഫ് ദ പോയട്രി ഹി റോട്ട്. അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്നത് സ്റ്റോറി ഓഫ് ഹിസ് ലൈഫ് എന്ന് പറയുന്നത് അദ്ദേഹം എഴുതിയ പോയട്രിയുടെ ലൈഫ് തന്നെയാണ്. സ്റ്റോറി ഓഫ് ദ പോയട്രി, ആ ഒരു സ്റ്റോറി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അത്രയാണ് ഒരു ബേസിക് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്, കാരണം അദ്ദേഹം ഒരു ഷോർട്ട് പീരീഡ് മാത്രമാണ് ജീവിച്ചിരുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെ അദ്ദേഹത്തിന് എന്താണ്, ഹിസ് ഫാദർ ഡൈഡ് ആൻഡ് ഹിസ് മദർ remarriage and after that he went to his grandmother's home with 2 brothers and 1 sister. So he had a close emotional attachment with brothers and sister. Then their grandmother
sent them to a guardian abbey, and then he sent Keats to apprentice a surgeon, and after that he went to London. There he did many duties as a dresser, and as junior surgeon he worked in many institutions, and after that in 1817 he devoted his life fully to poetry. So that is the only life story of John Keats. Then another important thing we should discuss is we already said the story of his life is the story of his poetry he wrote. So നമുക്ക് അറിയണം which are the works John Keats wrote in that short period of time. അപ്പോൾ നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് പോയംസ്, കുറച്ച് വർക്ക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരുപാട് പോയംസ് ഉണ്ട്, വർക്ക്സ് ഉണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വർക്ക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ ത്രൂ ദ വർക്ക്സ് ഓഫ് ജോൺ കീറ്റ്സ്. So one is Fancy. So he devoted his life fully as a poet in 1817, and he published in 1818 Fancy. The name of work is Fancy. So എന്താണ് ഫാൻസിനെ പറ്റി നമുക്ക് വളരെ ഷോർട്ടായിട്ടൊന്ന് നോക്കാം. ഇൻസ്പയർഡ് ബൈ ദ ഗാർഡൻ അറ്റ് വെൻറ്റ്വർത്ത് പ്ലേസ്. ഈ പോയത്തിൻ്റെ ഇൻസ്പിരേഷൻ, ഈ വർക്കിൻ്റെ ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത് ഈ ഗാർഡൻ അറ്റ് വെൻറ്റ്വർത്ത് പ്ലേസിലുള്ള ഒരു ഗാർഡനാണ്. ദിസ് പോയം affords us a window into Keats' creative process. It's no secret that his imagination elevates the everyday and produces what can be described as escapist poetry. The richness of language showcases the classic romanticism found in much of Keats' work, with the imagery touching on hedonism as well as his preoccupation with nature and the seasons. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റീസൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. ഫാൻസി എന്ന് പറയുന്നത് ഒരു ഗാർഡനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു സീക്രട്ടൊന്നുമില്ല. ഹിസ് ഇമാജിനേഷൻ എലിവേറ്റ്സ് ദ എവറി ഡേ. ഒരു ദിവസം എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ക്രിയേറ്റീവ് പ്രോസസ്സിലേക്കുള്ള ഒരു വിൻഡോ, അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിക്കുള്ള ഒരു വിൻഡോ ആയിട്ട് നമുക്ക് ഈ വർക്കിനെ കാണാൻ പറ്റും. ആൻഡ് ഒരു ക്ലാസിക് റൊമാൻറ്റിസിസം ഇതിൽ നമുക്ക് കാണാം. റിച്ച്നെസ് ഓഫ് ലാംഗ്വേജ്, ആൻഡ് ആ റിച്ച്നെസ് ഓഫ് ലാംഗ്വേജിൽ നിന്നും എടുത്ത് കാണിക്കുന്നത് എന്താണ്, ഇമാജിനേഷനാണ്. ഇമാജിനേഷൻ, ദാറ്റ് ഈസ് എ കീ വേർഡ് ഓഫ് റൊമാൻറ്റിസിസം. ആൻഡ് ഇറ്റ് ഓൾസോ ഡിസ്ക്രൈബ്സ് ദ നേച്ചർ. നേച്ചറിനെയാണ് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ദ സീസൺസും അതുപോലെ നേച്ചറിൻ്റെ സ്പെഷ്യാലിറ്റീസ്, അതുപോലെ തന്നെ അതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ പോയംസൊക്കെ, ഈ വർക്ക്സൊക്കെ എഴുതിയിട്ടുള്ളത്. സോ അതിൽ നിന്ന് നമുക്കെന്താണ്, ക്ലാസിക്കൽ റൊമാൻറ്റിസിസത്തിൻ്റെ ആ ഒരു എലമെൻറ്റ്സ് നമുക്ക് എടുത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. Then in next year 1819 he published Ode on a Gracian Urn, our poem. Ode on a Gracian Urn, that is very very celebrated poem. അപ്പോൾ അവിടെ എന്താണ് ആ പോയത്തിൻ്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത് ഇമ്മോർട്ടാലിറ്റി ഓഫ് ആർട്ട്, ബ്യൂട്ടി, അതിനെയാണ് അവിടെ എടുത്ത് കാണിക്കുന്ന ഒരു പോയിന്റ്. So of the several great odes Keats wrote in 1819. അപ്പോൾ ഓടാണ് ഇതിൻ്റെ ടൈറ്റിൽ നിന്നും, the title itself suggests us that it is an ode. So what is an ode എന്നുള്ളത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. ഓഡ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് അഡ്രസ് സം വൺ ഓർ സംതിങ്. എന്തിനെങ്കിലും ഒന്ന് പ്രൈസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുതുന്ന ഒരു പോയട്രീനെയാണ് ബേസിക്കലി ഓഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ, ഇവിടെ എന്താണ്, ഒരു ഗ്രേഷ്യൻ ഏൺ,
ഗ്രേഷ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ റെഫറൻസ് ടു ഗ്രീസ് ആണ്. അപ്പോൾ ഓൺ എ ഗ്രേഷ്യൻ ഏൺ, ഒരു ഗ്രേഷ്യൻ ഏണിനെയാണ് ഇവിടെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുതുന്നത്. അപ്പോൾ 1819 അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദിസ് ഈസ് പെർഹാപ്സ് ഹിസ് മോസ്റ്റ് ഫിലോസഫിക്കൽ, അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഫിലോസഫിക്കൽ എന്ന് പറയാവുന്ന ഒരു വർക്കാണ് ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ. സോ ഇറ്റ് ഡിസ്കസസ് ദ ലിങ്ക് ബിറ്റ്വീൻ ആർട്ട് ആൻഡ് ഹ്യൂമാനിറ്റി. ഞാൻ പറഞ്ഞു അവിടെ നിന്നാണ്. ദ ഹോൾ പോയം ഡിസ്ക്രൈബ്സ് ദ ഇമ്മോർട്ടാലിറ്റി ഓഫ് ആർട്ട് ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ മോർട്ടാലിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ്. അപ്പോൾ ഹ്യൂമൻ ലൈഫിൻ്റെ മോർട്ടാലിറ്റിയും അറ്റ് ദ സെയിം ടൈം ദ ഇമ്മോർട്ടാലിറ്റി ഓഫ് ആർട്ട്, ഇത് രണ്ടും എന്താണ്? ഇൻവേഴ്സാണ് അല്ലേ, ഓപ്പോസാണ്. അപ്പോൾ ആ ഒരു തിങ്ങാണ് ഇവിടെ എടുത്ത് പറയുന്നത്. Then as shown by the creation of the urn and how essential true beauty is to man. Unlike the more despondent ode on melancholy or ode to a nightingale, this poem leaves us with a small thrill of optimism. The figures on the urn are the constant state of pleasure. ഇവിടെ എന്താണ്? ഓഡ് ഓൺ മെലങ്കോളി, അതുപോലെ തന്നെ ഓഡ് ടു എ നൈറ്റിംഗേൽ, ഇതെല്ലാം എന്താണ്? ഓഡ്സ് ആണ്. ആൻഡ് ഓൾസോ ഹിസ് വർക്ക്സ്. അപ്പോൾ ഇതെല്ലാം ഒരു ടിപ്പിക്കൽ ഓഡ്സ് ആണ്. ബട്ട് ഇവിടെ എന്താണ്? ഇവിടെ ഒരു ദിസ് പോയം ഈസ് എ കേസ് ഓഫ് ഒപ്റ്റിമിസം. ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ഈ പോയം എഴുതിയിട്ടുള്ളത്. ബിക്കോസ് ഈ ഒരു പോയത്തിൻ്റെ അറ്റ് ദ എൻഡ് ഓഫ് ദിസ് പോയം അത് നമുക്ക് റീഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഒപ്റ്റിമിസം അവിടെയുണ്ട്. ബിക്കോസ് ദ ഫിഗേഴ്സ് ഓൺ ദ ഏൺ എന്ന് പറയുന്നത് അവിടെ ആ കാണുന്ന ഒരു ഏൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഡെഡ് പീപ്പിളിൻ്റെ റിമൈനിങ്സ് കീപ്പ് ചെയ്യുന്ന ഒരു ഏൺ ആണ്, ഒരു പോട്ട്, അതാണ് ഏൺ. സോ ആ ഏണിനെ ഇറ്റ് ഈസ് ഇൻസ്ക്രൈബ്ഡ് വിത്ത് ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ്, അതിൻ്റെ എൻഗ്രേവ്ഡ് വിത്ത് പിക്ചേഴ്സ്, അതിൻ്റെ ഫുൾ എല്ലാ ഭാഗത്തുമായിട്ട് ഒരുപാട് പിക്ചേഴ്സ് എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. സോ ആ പിക്ചേഴ്സ് നമുക്ക് തരുന്ന അതിൻ്റെ ഒരു ബ്യൂട്ടി, അതിൻ്റെ ഇമ്മോർട്ടാലിറ്റി, ബിക്കോസ് അതിൽ തരുന്ന ഓരോ പിക്ചറിനെയും ആ പോയത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിമിസമാണ്. ബിക്കോസ് ഇറ്റ് നെവർ എൻഡ്, ദാറ്റ് ആർട്ട് നെവർ എൻഡ്. അപ്പോൾ അതിലൊക്കെ എന്താണ്? ഒരു ഹോപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൈൻഡാണ് അവിടെ കിട്ടുന്നത്. ആ ഓരോ പിക്ചർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നൊരു ഇമേജ് എന്ന് പറയുന്നത് ഇറ്റ് നെവർ എൻഡ്. ആ ഓരോ കാര്യം നമുക്കൊരു ഹോപ്പ്, ലൈഫിലൊരു ഹോപ്പാണ് നൽകുന്നത്. സോ ദർ ഇസ് എ പോസിറ്റീവ് സൈഡ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷോസ് ദ മോർട്ടാലിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ് ആൻഡ് ദ ഇമ്മോർട്ടാലിറ്റി ഓഫ് ആർട്ട്. നെക്സ്റ്റ് പോയം 1814 എഴുതിയിട്ടുള്ളതാണ്, ടു ലോർഡ് ബൈറൺ. സോ ഇറ്റ് ഈസ് എ ഫ്രം പോയറ്റ് ടു പോയറ്റ് മെസ്സേജ് ആണ് ഈ പോയം, ടു ലോർഡ് ബൈറൺ. ദിസ് പോയറ്റിക് മെസ്സേജ് ഫ്രം പോയറ്റ് ടു പോയറ്റ് ഹാസ് ടു ബി included in Keats' best compositions. അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് കോമ്പോസിഷൻ ആണ്. This poem was in fact written while Keats was just 19. അദ്ദേഹത്തിന് 19 years old ആകുമ്പോൾ എഴുതിയിട്ടുള്ളതാണ്. ആൻഡ് ഹാഡ് നോട്ട് യെറ്റ് മെറ്റ് ബൈറൺ. ബൈറനെ അദ്ദേഹം മീറ്റ് ചെയ്തിട്ടില്ല ആ ടൈമിൽ. ഹിയർ Keats praises what would later become a common feature of his own work, the paradoxical beauty of sadness. അദ്ദേഹം എന്താണ്? കീറ്റ്സ് പ്രൈസസ് വാട്ട് വുഡ് ലേറ്റർ ബിക്കം, അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ പിന്നീട് വന്നിട്ടുള്ള പാരഡോക്സിക്കൽ ബ്യൂട്ടി ഓഫ് സാഡ്നസ്, അതിനെ അദ്ദേഹം ഇവിടെ പ്രൈസ് ചെയ്യുന്നുണ്ട്. ദോ എ ഷോർട്ട് പോയം, ഇതൊരു വളരെ ഷോർട്ടായിട്ടുള്ളൊരു പോയമാണ്. ഇറ്റ് സ്റ്റിൽ ഇൻക്ലൂഡ്സ് മച്ച് ഓഫ് ദ ലിറിക്കൽ ഇമേജറി ഫോർ വിച്ച് ഹി ലേറ്റർ ബിക്കം ഫേമസ്. അദ്ദേഹം ഇവിടെയും വളരെ ഏർലി ലൈഫിൽ എഴുതിയിട്ടുള്ളൊരു പോയമാണെങ്കിൽ പോലും, ബൈറനെ ഒരിക്കൽ പോലും കാണാതെ എഴുതിയിട്ടുള്ളതാണെങ്കിൽ പോലും, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ ഷോർട്ട് പോയം. അപ്പോൾ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ലിറിക്കൽ ഇമേജറി
ദാറ്റ്സ് ഹിസ് സ്പെഷ്യാലിറ്റി. ലിറിക്കൽ ഇമേജറിയാണ് ദ കീ വേർഡ്. അദ്ദേഹത്തിൻ്റെ ഒരു പോയട്രിയുടെ ഒരു സ്പെഷ്യൽ എലമെൻ്റ് എന്ന് പറയുന്നത് ലിറിക്കൽ ഇമേജറിയാണ്. അപ്പോൾ അത് ഈ പോയത്തിലും കാണാനായിട്ട് സാധിക്കും. So next one is La Belle Dame Sans Mercy in 1819. It will perhaps be bemoaned that one of Keats's most famous poems merits such a modest place on the list. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഫേമസ് പോയംസ് എടുക്കുകയാണെങ്കിൽ ആ ലിസ്റ്റിൽ വരുന്ന ഒരു പോയമാണ് La Belle Dame Sans Mercy. And with so many to choose from, such decisions will never be easy. After all, La Belle Dame Sans Mercy is an iconic poetic figure plucked from Arthurian legend and immortalized in Keats' sparse melodic verse. The desolate setting and bleak rhyme scheme convey the poem's creative merit. ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു പോയമാണ്. ആൻഡ് അതിൻ്റെ ഒരു സെറ്റിംഗ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു റൈം സ്കീം ഒക്കെ ഡിഫറെൻ്റ് ആണ്. ബട്ട് ദ പവർ ബാലൻസ് ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൺ ഈസ് ഓൾസോ എ സെൻട്രൽ തീം. ഇതിൽ എന്താണ് മെൻ ആൻഡ് വുമൻ്റെ ആ ഒരു പവർ ബാലൻസിങ്ങിനെ പറ്റിയാണ്. ദാറ്റ് ഈസ് എ സെൻട്രൽ തീം ഓഫ് ദിസ് പോയം. Just as in other works like Lamia and the Eve of Saint Agnes. This is also another works. അപ്പോൾ ഇതിലെല്ലാം സെൻട്രൽ തീം എന്ന് പറയുന്നത് എന്താണ്? ദ പവർ ബാലൻസ് ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൺ. നെക്സ്റ്റ് വൺ ഈസ് Ode on Melancholy. It is also an ode on melancholy. So here poet addresses melancholy. So 1819 ഇതും പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദെൻ ബ്രിമ്മിങ് വിത്ത് dazzlingly vibrant imagery, this poem manages to describe death only by encompassing the many beauties made up of life and the natural world. ഇവിടെ പോയം ഡെത്താണ്. ഡെത്തിനെയാണ് എടുത്ത് കാണിക്കുന്നത്. അതിൻ്റെ ഇമേജറിയാണ് കൊണ്ടുവരുന്നത്. ആസ് എ പീസ് ഓഫ് കോൺട്രഡിക്ഷൻസ്. ഇവിടെ എന്താണ് ഒരുപാട് കോൺട്രഡിക്ഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസൻറ്റ് നെസസറിലി സിമ്പിൾ ടു ഡിസൈഡ് വെദർ ദിസ് ഓഡ് ഈസ് ഒപ്റ്റിമിസ്റ്റിക്, പെസിമിസ്റ്റിക് ഓർ പെർഹാപ്സ് എ മിക്സ്ചർ ഓഫ് ദ ടു. ഇവിടെ എന്താണ് ഡെത്തിൻ്റെ, ലൈഫിൻ്റെയും ഡെത്തിൻ്റെയും ഒരു കോൺട്രാഡിക്ഷൻസ് ആണ് ഇവിടെ എടുത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. ഈ പോയം വായിച്ചതിന് ശേഷം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല ഒപ്റ്റിമിസ്റ്റിക് ഓർ പെസിമിസ്റ്റിക്. ഇവിടെ ഒപ്റ്റിമിസമാണോ പെസിമിസമാണോ കറക്റ്റായിട്ട് പറയുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഡെത്ത് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ഒപ്റ്റിമിസ്റ്റിക് അല്ല ഒരിക്കലും. ബട്ട് ലൈഫിൻ്റെ ചില കാര്യങ്ങളെടുത്ത് പറയുമ്പോൾ ഇറ്റ് ഈസ് ഒപ്റ്റിമിസ്റ്റിക്. അപ്പോൾ നമുക്കെന്താണ് ഇതൊരു കോമ്പിനേഷനാണോ ഒപ്റ്റിമിസം അതുപോലെ തന്നെ പെസിമിസം, ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണോ അതോ ഇതിലേതെങ്കിലും ഒന്നാണോ എന്നുള്ളത് എടുത്ത് പറയാൻ വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. ഐദർ വേ ദ കെയർഫുൾ ക്രാഫ്റ്റിംഗ് ആൻഡ് ഷിയർ വോളിയം ഓഫ് ഇമേജസ് ഹാസ് സിമെൻറ്റഡ് ഇറ്റ് ആസ് വൺ ഓഫ് കീറ്റ്സ് ബെസ്റ്റ് പോയംസ്. അപ്പോൾ അങ്ങനെ ആ ഒരു കോമ്പിനേഷൻസ് എന്നൊക്കെ കൂടി ഉണ്ടെങ്കിൽ പോലും എന്താണ് ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് പോയംസ് ഓഫ് ജോൺ കീറ്റ്സ്. നെക്സ്റ്റ് വൺ ഈസ് വെരി ഫേമസ് പോയം Ode to a Nightingale in 1819. Yet another ode composed in Keats' Annus Mirabilis of 1819. This poem again gives us an insight into the perception of creativity and composition. അപ്പോൾ ഇവിടെ നൈറ്റിംഗേലിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ആൻഡ് ഹിയർ ഓൾസോ ഇറ്റ് ഗിവ്സ് us a picture of creativity and composition, and the suggestion of magic and potion making springs forth with abstract ingredients like a beaker full of the warm south. ഇവിടെയും എന്താണ് ഇത് Ode to a Nightingale എന്നുള്ള പോയം വളരെ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു പോയമാണ്.
ആൻഡ് ഇറ്റ് അഡ്രസ്സസ് ദ നൈറ്റിംഗേൽ. അവിടെ നമുക്ക് എന്താണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നേച്ചറിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ദ നൈറ്റിംഗേൽ ആസ് ബോത്ത് ക്രീച്ചർ ആൻഡ് സിമ്പിൾ ഈസ് അൺഅറ്റൈനബിൾ. ഇവിടെ നൈറ്റിംഗേലിനെ എന്താണ് ഒരു ക്രീച്ചറായിട്ടും അറ്റ് ദ സെയിം ടൈം ഒരു സിമ്പിളായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ലീഡിങ് ആസ് ദ റീഡർ ഓൺ എ വിവിഡ് ഫ്ലൈറ്റ് ഓഫ് Keaton fancy. Here are the first couple of stanzas. സോറി, അത് സ്റ്റാൻസാസ് ഞാനവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. സോ നമുക്കെന്താണ് ആ ഒരു ബോത്ത് ക്രീച്ചറായിട്ടും അതുപോലെ തന്നെ സിമ്പിളായിട്ടും യൂസ് ചെയ്തിട്ടുണ്ട് നൈറ്റിംഗേലിനെ. എന്താണ് ആ ഒരു ഫാൻസി, അതായത് അദ്ദേഹം എന്താണ് ആ ഒരു ഫാൻസി, കീറ്റീഷ്യൻ ഫാൻസി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഇമാജിനേഷനിലാണ് ആ നൈറ്റിംഗേലിൻ്റെ ഓരോ ഡൂയിങ്സും നമ്മളോട് പറയുന്നത്. സോ അതിനൊക്കെ ഒരു സിമ്പിളൈസ് ചെയ്തിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും നമുക്ക് ഇപ്പോൾ തൽക്കാലം അത്രയും മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് 1816 എഴുതിയിട്ടുള്ളതാണ്. ടു സ്ലീപ്പ് ആസ് മച്ച് എ ഹെം ആസ് എനിത്തിങ് എൽസ്. അതിനൊരു ഹെം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ദിസ് പോയം കൺസേൺസ് എ ലോങ്ങിങ് ടു എസ്കേപ്പ് സാഡ്നെസ് ഇൻ സ്ലീപ്പ്. അതാണ് അതിൻ്റെ ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത്. എ ലോങ്ങിങ്, അദ്ദേഹത്തിൻ്റെ ഒരു വിഷാണ്. ടു എസ്കേപ്പ് സാഡ്നെസ് ഇൻ സ്ലീപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഒരു സാഡ്നെസ്സും ഒന്നും അറിയാതെ ഇരിക്കുന്ന ഒരു ടൈമാണ് അല്ലേ. ഫോർ കീറ്റ് സ്ലീപ്പ് ബിക്കംസ് എ സ്നാപ്പ് ഷോട്ട് ഓഫ് ഡെത്ത്. അദ്ദേഹം ഇവിടെ എന്താണ് അതിനൊരു ഷോർട്ട് ഡെത്ത് ആയിട്ടാണ് കാണുന്നത്. വിച്ച് ഹി അപ്രോച്ചസ് വിത്ത് കോൺഫ്ലിക്റ്റിംഗ് ഫിയർ ആൻഡ് ഡിസയർ. അപ്പോൾ അതിനെ എന്താണ് അദ്ദേഹത്തിന് ഫിയറോടും അതുപോലെ തന്നെ ഡിസയറോടും കൂടി അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ബിക്കോസ് എന്താണ് നമുക്ക് സ്ലീപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എസ്കേപ്പ് ഫ്രം ഓൾ സാഡ്നെസ്. ആൻഡ് ഇവിടെ പോയിട്ട് എന്താണ് അതിനെ ഒരു ഡെത്തിൻ്റെ ഒരു ഷോർട്ട് ഡെത്തായിട്ടും കൂടി കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ദർ ഇസ് എ സാഡ്നെസ് ബിക്കോസ് ഡെത്ത് ഒരിക്കലും ആരും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അല്ലേ ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് ഒരു കോൺഫ്ലിക്റ്റിംഗ് എലമെൻറ്റ്സ്, അതായത് ഫിയർ ആൻഡ് ഡിസയർ രണ്ടും അറ്റ് ദ സെയിം ടൈം വരുന്നുണ്ട്. ഈസ് ഇറ്റ് പ്ലീ ടു ഗോഡ് ഫോർ എ സ്പീഡി ഡെത്ത് ഓർ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫ്രസ്ട്രേഷൻ ദാറ്റ് ഓൺലി ഗോഡ് ക്യാൻ കൺട്രോൾ കീറ്റ്സ് ലൈഫ്. The complex philosophical idea rendered so beautifully in tight syllabic verse earns to sleep a position high on the list of his major works. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺട്രഡിക്ഷൻ അത് തന്നെയാണ് ഇവിടെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓൺ സീയിങ് ദ എൽജിൻ മാർബിൾസ് ഇൻ 1817, poets responding to objects of great beauty is a fairly common trope. Think Shelley's Ozymandias or Lazarus's The New Colossus. But there is something about this one that makes it more powerful than many rival ekphrastic poems. We can feel Keats' reaction to Phidias' sculptures rather than describing the now controversial art. Keats tells us about what they represent, allowing us to paint a vivid enough picture of our own. ഇവിടെ എന്താണ് എൽജിൻ മാർബിൾസ്, ഓൺ സീയിങ് ദ എൽജിൻ മാർബിൾസ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് പോയറ്റിൻ്റെ ഒരു ഒപ്പീനിയൻ, അദ്ദേഹത്തിൻ്റെതായ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് തരികയാണ്. എന്നിട്ട് നമുക്ക് എന്താണ് നമ്മളേതായ ഒരു പിക്ചർ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ അദ്ദേഹം തരുന്നു. ദാറ്റ്സ് ഓൾ. ദെൻ ടു ഓട്ടം നമ്മൾ പറയണ്ടായി, അദ്ദേഹത്തിൻ്റെ വേറൊരു ഓടാണ് ടു ഓട്ടം. ഇവിടെയും എന്താണ് നേച്ചറിന് തന്നെയാണ്. ഇറ്റ് ഈസ് ഓൾസോ എ റൊമാൻറ്റിക് പോയട്രി. റൊമാൻറ്റിക് പോയട്രി എടുത്ത് പറയുമ്പോൾ അതിൽ പറയുന്ന ഒരു വർക്കാണ് ടു ഓട്ടം. 1819 അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദിസ് പോയംസ് ഫസ്റ്റ് ലൈൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് ഓഫ് ഓൾ ടൈം. Arguably, no other poet has managed to create such a beautiful depiction of the season so deftly, or with such a kaleidoscopic wealth of images. അദ്ദേഹം എന്താണ് ആ ഓട്ടം എന്നുള്ള ആ ഒരു സീസണിനെ ഇത്രയും സെലിബ്രേറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള വേറൊരു പോയറ്റ് ഇല്ല എന്ന് തന്നെ പറയാം.
സോ എന്താണ്, ഓരോ സീനിനെയും മോഡത്തിൽ കാണുന്ന, നേച്ചറിൽ കാണുന്ന ഓരോ സ്പെഷ്യാലിറ്റീനെയും അദ്ദേഹം അത്രയും ഡീറ്റെയിൽ ആയിട്ട് സൂക്ഷ്മമായിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത്. Keats is able to convey the synesthesia of 3 months in just 3 stanzas. ആ ഒരു 3 stanzas ആണ്, അതിലൂടെ 3 stanzയിലൂടെ 3 months, ദാറ്റ് ഈസ് ദ സീസൺ, ഓട്ടം സീസൺ, 3 months വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ദി നാച്ചുറലിസ്റ്റിക് ഓൾമോസ്റ്റ് പാസ്റ്ററൽ ലാംഗ്വേജ് ഈസ് reminiscent of Hardy in places, though achieves as much with a fraction of the words. Okay, next work, Bright Star, Would I Wear Steadfast as Thou Art, in 1819. Here we go, the best poem ever written by Keats. Though experts disagree on whether it was written or revised for Fanny Browning, it is certainly agreed that she is central to the poem. Fanny is his sister, Keats' sister, and Bright Star has Shakespearean scope and a strange air of elevated calm about it, written less than 3 years before Keats' death. അദ്ദേഹത്തിൻ്റെ ഒരു മരണത്തിന് 1821 അദ്ദേഹത്തിൻ്റെ ഡെത്ത്. 1819 ഈ വർക്ക് എഴുതിയിട്ടുള്ളത്. ഇറ്റ് ഡാർട്സ് ഫ്രം ദ കോസ്മിക് ടു ദ earthly, blending them together to produce a poem that speaks to the soul. Then ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക്സ്. അപ്പോൾ വർക്ക്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിൻ്റെ ആ വർക്ക്സ് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു തീം എന്താണ്, അതിനെ ഒന്ന് ജസ്റ്റ് അതിലൂടെ ഒന്ന് പോയി എന്നുള്ളത് അത്രയേ ഉള്ളൂ. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ എന്നുള്ള പോയമാണ്. എങ്കിൽ പോലും കീറ്റ്സിൻ്റെ അതോ വർക്ക്സിലൂടെ ജസ്റ്റ് നമ്മളൊന്ന് കടന്നുപോയി. ഇനി ജോൺ കീറ്റ്സിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് കൊട്ടേഷൻസ്, കോട്ട്സ് ആണ്. അപ്പോൾ എവിടെ നിന്നാണ് എങ്ങനെയാണ് ചോദിക്കാമെന്ന് നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ ജോൺ കീറ്റ്സ് ഫേമസ് കോട്ട്സ് ഒരു 3-4 കോട്ട്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എ തിങ് ഓഫ് ബ്യൂട്ടി ഇസ് എ ജോയ് ഫോർ എവർ. ഇറ്റ്സ് loveliness increases, it will never pass into nothingness. അത് എൻറ്റെമിയോൺ എന്ന് എടുത്തിട്ടുള്ള വേർഡ്സ് ആണ്, ലൈൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ലവ് ഇൻ എ ഹട്ട് വിത്ത് വാട്ടർ ആൻഡ് എ ക്രസ്റ്റ്. ഈസ് ലവ് forgive us cinders, ashes, dust. Love in a palace is perhaps at last more grievous torment than a hermit's fast. These lines from ലാമിയ. അപ്പോൾ ഇത് ഓരോരോ വർക്കിലും അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ലൈൻസാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതും ഒന്ന് ഓർത്ത് വയ്ക്കാം. Then another one is very very important. Beauty is truth, truth beauty, that is all ye know on earth and all ye need to know. This is very famous lines from the poem Ode on a Gracian Urn. ആ Ode on a Gracian Urn എന്നുള്ള പോയത്തിൻ്റെ ഒരു സെൻട്രൽ, ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് ലൈൻ അല്ലെങ്കിൽ മോസ്റ്റ് ഫേമസ് ലൈൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫുള്ളി അതിൻ്റെ ഒരു തീം, അതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഈ ലൈൻസിലാണ്. ഇറ്റ് ഈസ് എ ത്രെഡ് ഓഫ് ദാറ്റ് പോയം, കീ ഓഫ് ദാറ്റ് പോയം എന്ന് പറയാം. സോ ഇറ്റ് ഈസ് ഫ്രം ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ എവേ എവേ ഐ വിൽ ഫ്ലൈ ടു ദീ, നോട്ട് ചാരിയേറ്റഡ് ബൈ Bacchus and his parts, but on the viewless wings of poesy. ഇത് ഒട്ട്വി നൈറ്റിംഗേൽ എന്നുള്ള പോയത്തിലെ ലൈൻസാണ്. സോ ഈ ലൈൻസൊക്കെ എന്താണ്, ഇദ്ദേഹത്തിൻ്റെ ആരുടെ ലൈൻസാണെന്ന് പറഞ്ഞിട്ട് ചോദിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ലൈൻസൊക്കെ ഒന്ന് ഇത് ജസ്റ്റ് 2 പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് എവിടെ എങ്ങനെ നമ്മുടെ മൈൻഡിൽ ഉണ്ടായാൽ മതി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനൊക്കെ കാണുമ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ജോൺ കീറ്റ്സിൻ്റെ വർക്ക്സ്, അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി
ആ ജോൺ കീറ്റ്സിനെ പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാവണമെങ്കിൽ എന്താണ്, നമുക്ക് റൊമാൻറ്റിസിസം എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ചെറുതായിട്ടൊരു ഐഡിയ വേണം അല്ലേ. ചെറുതായിട്ടൊരു ഐഡിയ എങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്കത് വായിക്കുമ്പോൾ ആ പോയം ഫുള്ളി നമുക്ക് ഡൈജസ്റ്റ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് എന്താണ് റൊമാൻറ്റിസിസം, ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്താണ്, ഇത് ചില ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോഴായിരിക്കും കൂടുതൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുക. അറ്റ് ദ സെയിം ടൈം എന്താണ്, ചില ആൾക്കാർക്ക് അത് വായിക്കുമ്പോൾ എന്നിട്ട് നോട്ട്സൊക്കെ എഴുതുമ്പോൾ അങ്ങനെയൊക്കെയാണ് ചിലവർക്കത് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റുക. അപ്പോൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ എല്ലാം ക്ലിയർ ആയിക്കൊള്ളുന്നില്ല. ഓരോരുത്തരെയും ലാംഗ്വേജ് യൂസേജ് ഒക്കെ ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും കൺവേ ആയിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് എല്ലാ വേർഡ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നോട്ട്സിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ റൊമാൻറ്റിസിസം ഓൾസോ നോൺ ആസ് എ റൊമാൻറ്റിക് എറ, ആ റൊമാൻറ്റിക് പീരിയഡിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. was an artistic, literary, musical and intellectual movement that originated in Europe towards the end of the 18th century. ഈ റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് എല്ലാ ഫീൽഡിലും ആ 18th സെഞ്ച്വറിയുടെ എൻഡ് ഓഫ് 18th സെഞ്ച്വറിയിൽ വന്നിട്ടുള്ളൊരു ഇൻ്റലക്ച്വൽ, മ്യൂസിക്കൽ, ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക് മൂവ്മെൻ്റാണ്. അപ്പോൾ അതൊരു ചേഞ്ചായിരുന്നു, മൊത്തത്തിൽ വന്നിട്ടുള്ളൊരു ചേഞ്ചാണ്, ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് ഒറിജിനേറ്റ് ചെയ്തത് യൂറോപ്പിലാണ്. അത് എല്ലാ ഫീൽഡിലും അതിൻ്റെ റിഫ്ലക്ഷൻസ് വന്നിട്ടുണ്ട്. ആർട്ടിസ്റ്റിക് ഫീൽഡ്, ലിറ്റററി, മ്യൂസിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ എല്ലാ തലത്തിലും വന്നിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ്. ആൻഡ് ഇൻ മോസ്റ്റ് ഏരിയാസ് വാസ് അറ്റ് ഇറ്റ്സ് പീക്ക് ഇൻ ദ അപ്രോക്സിമേറ്റ് പീരീഡ് ഫ്രം 1800 to 1850. ആ ഒരു പീരീഡിലാണ് അത് അതിൻ്റെ പീക്ക് പോയിന്റിൽ എത്തുന്നത്. സോ റൊമാൻറ്റിസിസം വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇറ്റ്സ് emphasis on emotion and individualism as well as of glorification of all the past and nature. ഇവിടെ ഇതാണ് റൊമാൻറ്റിസിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദ എലമെൻറ്റ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് ഇറ്റ് ഗേവ് എംഫസിസ് ഓൺ ഇമോഷൻ ആൻഡ് ഇൻഡിവിജ്വലിസം. ഇമോഷൻസിലും അതുപോലെ തന്നെ ഇൻഡിവിജ്വലിസത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ആൻഡ് പ്രിഫറിങ് ദ മെഡീവൽ റാദർ ദാൻ ദ ക്ലാസിക്കൽ വർക്ക്സിന് അതുപോലെ തന്നെ ക്ലാസിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക്, മെഡീവൽ കാര്യങ്ങൾക്കൊക്കെയാണ് പ്രിഫറൻസ് കൊടുത്തത്. ഇറ്റ് വാസ് പാർട്ട്ലി എ റിയാക്ഷൻ ടു ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇത് നമ്മുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അത് നമുക്കറിയാം, ഹിസ്റ്ററി വായിച്ചവർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. എന്താണ്, പ്രസ്സിൻ്റെ വരവ്, അങ്ങനെ ഒരുപാട് ഗ്ലോബലായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ, പാർട്ട്ലി റിഫ്ലക്ഷനല്ല, അതിനോടുള്ള ഒരു റിയാക്ഷനായിട്ടാണ് എന്ത് വരുന്നത്, റൊമാൻറ്റിസിസം. ദി അരിസ്റ്റോക്രാറ്റിക് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ നോംസ് ഓഫ് ഏജ് ഓഫ് എൻലൈറ്റൻമെൻറ്റ് പീരീഡിലാണ് ഇത് സംഭവിക്കുന്നത്. ആൻഡ് ദ സയൻറ്റിഫിക് റാഷണലൈസേഷൻ ഓഫ് നേച്ചർ, all components of modernity. It was embodied most strongly in the visual arts, music and literature, but had a major impact on historiography, education, chess, social sciences and natural sciences. It had a significant and complex effect on politics, with romantic thinkers influencing liberalism, radicalism, conservatism ആൻഡ് നാഷണലിസം. സോ ഇതൊക്കെ എന്താണ്, ഇവിടെയെല്ലാം എന്താണ്, എല്ലാ ഫീൽഡിലും ഇതിൻ്റെ റിഫ്ലക്ഷൻസ്, റിയാക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് എത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്, അതുവരെ ഉണ്ടായിരുന്ന ഒരു 18th സെഞ്ച്വറിയിലൊക്കെ ഉണ്ടായിരുന്നതിൽ നിന്നൊരു മാറ്റം, ഒരു മൂവ്മെൻറ്റ് ഇവിടെ വന്നു. അത്രയാണ് ബേസിക്കായിട്ട് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇറ്റ് ഈസ് എ റിയാക്ഷൻ ടു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ആ ഒരു എൻലൈറ്റൻമെൻറ്റ് പീരീഡിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് പറയുന്നത്. ദ മൂവ്മെൻറ്റ് എംഫസൈസ്ഡ് ഇൻറ്റൻസ് ഇമോഷൻ ആസ് എൻ ഒത്തൻറ്റിക് സോഴ്സ് ഓഫ് aesthetic experience, placing new emphasis on such emotions as fear, horror, terror, and awe, especially that experienced in confronting the new aesthetic categories of the sublime and beauty of nature. It elevated folk art and ancient custom to something noble, but also spontaneity as a desirable characteristic. In contrast to the rationalism and classicism of Enlightenment, Romanticism
revived medievalism and elements of art and narrative perceived as authentically medieval in an attempt to escape population growth, early urban sprawl and industrialism. സോ ഇവിടെ എൻലൈറ്റൻമെൻറ്റിൻ്റെ നിന്നും വ്യത്യസ്തമായിട്ട് ആണ് റൊമാൻറ്റിസിസം വരുന്നത്. അതെന്താണ്? നേച്ചറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു, ഇമോഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു, അതുപോലെ തന്നെ ഇൻഡിവിജ്വലിസം. Although the movement was rooted in the German storm and drag movement, which preferred intuition and emotion to the rationalism of the Enlightenment. എൻലൈറ്റൻമെൻറ്റ് പീരീഡിൽ വന്നതാണ് ഈ റാഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് എന്താണ്, ഇമോഷൻസിനും ഇമാജിനേഷനും ഒക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അത്രയാണ് ഒരു ബേസിക് ഐഡിയ റൊമാൻറ്റിസിസം. വാട്ട് ഈസ് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്? അപ്പോൾ ആ എൻലൈറ്റൻമെൻറ്റ് പീരീഡിൽ വന്നിട്ടുള്ള ഏജ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അതിൽ നിന്ന് ഒരു റിയാക്ഷനായിട്ട് വന്നിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ്. അത് എല്ലാ ഫീൽഡിലും വന്നിട്ടുണ്ട്, റൊമാൻറ്റിസിസം. ആൻഡ് ആ എൻലൈറ്റൻമെൻറ്റ് പീരീഡിൽ ഉണ്ടായിരുന്ന റാഷണലിസം, അവിടെ റാഷണലിസത്തിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് എങ്കിൽ ഇവിടെ എന്താണ്, ഇമോഷൻസിനും ഇൻഡിവിജ്വലിസത്തിനും അതുപോലെ തന്നെ ഇമോഷൻസിനും ഇമാജിനേഷനൊക്കെയാണ് കൂടുതൽ എംഫസിസ് കൊടുത്തിരുന്നത്. ദാറ്റ് ഈസ് ദ കീ വേർഡ്. ഓക്കെ, ദെൻ റൊമാൻറ്റിക് പോയട്രി. റൊമാൻറ്റിക് പോയട്രി ഈസ് ദ പോയട്രി ഓഫ് റൊമാൻറ്റിക് എറ. ആ ഒരു പീരീഡിൽ എഴുതപ്പെട്ടിട്ടുള്ള പോയട്രീനെയാണ് റൊമാൻറ്റിക് പോയട്രി എന്ന് പറയുന്നത്. ആൻഡ് ആർട്ടിസ്റ്റിക്, ലിറ്റററി, മ്യൂസിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ് ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ യൂറോപ്പ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് 18th century. It evolved as a reaction against prevailing enlightenment ideas of 18th century. അപ്പോൾ ഈ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് 1800 തൊട്ട് 1850 വരെയാണ് അതിൻ്റെ ഒരു പീക്കിൽ നിന്നിരുന്നത്. അപ്പോൾ എൻലൈറ്റൻമെൻറ്റ് പീരീഡിൽ ഉണ്ടായിരുന്ന റാഷണലിസത്തിനും ഒക്കെ റിയാക്ഷനായിട്ട് അതിന് എഗെയിൻസ്റ്റായിട്ട് വന്നിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ്. സോ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദെൻ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയട്രി. In early 19th century England, the poet William Wordsworth defined his and Samuel Taylor Coleridge's innovative poetry in his preface to Lyrical Ballads, 1798. So that is very important point. 1798 എന്നുള്ള ഇയർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1798 ലിറിക്കൽ ബല്ലാഡ്സ്, publication of Lyrical Ballads in 1798 by William Wordsworth and Samuel Taylor Coleridge. സോ അതാണ് റൊമാൻറ്റിസിസത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്, ദ പബ്ലിക്കേഷൻ ഓഫ് ലിറിക്കൽ ബല്ലാഡ്സ്. I have said before that poetry is a spontaneous overflow of powerful feelings. അതെന്താണ്, നമുക്കെല്ലാവർക്കും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ലൈനാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് വില്യം വേർഡ്സ്വർത്ത് ഓൺ പോയട്രി. Poetry is the spontaneous overflow of powerful feelings. It takes its origin in emotion, recollected in tranquility. The emotion is contemplated till, by the species of reaction, the tranquility gradually disappears, and an emotion kindred to that which was before the subject of contemplation is gradually produced and does itself actually exist in the mind. അപ്പോൾ എന്താണ് റൊമാൻറ്റിസിസത്തിൻ്റെ ഒരു സത്ത് എന്ന് പറയുന്നത് ഈ ഒരു വേർഡ്സിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, ഈ ലൈനിൽ തന്നെ അല്ലേ. അപ്പോൾ ആ ലിറിക്കൽ ബല്ലാഡ്സ് 1798 പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതിൽ പോയട്രീനെ പറ്റി വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുള്ള വേർഡ്സാണിത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഇമോഷൻ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് എക്സിസ്റ്റ് ഇൻ ദ മൈൻഡ്. ആ ഒരു ഇൻഡിവിജ്വലിസം, ഇമോഷൻ, അതിനാണ് ഇവിടെ എംഫസിസ് കൊടുത്തിരുന്നത്. ദ പോയംസ് ഓഫ് ലിറിക്കൽ ബല്ലാഡ്സ് ഇൻറ്റൻഷനലി റീഇമാജിൻഡ് ദ വേ പോയട്രി ഷുഡ് സൗണ്ട്. ഇപ്പോൾ ലിറിക്കൽ ബല്ലാഡ്സിൽ പോയട്രി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റി ആണ് പറയുന്നത്, ഇൻറ്റൻഷനലി പറയുകയാണ്. By fitting to metrical arrangement a selection of the real language of men. Wordsworth and his English contemporaries such as Coleridge, John Keats, Shelley,
William Blake wrote poetry that was meant to boil up from serious contemplative reflection over the interaction of humans with their environment. അപ്പോൾ ആ ഒരു മീറ്റർ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ക്ലാസിക്കലായിട്ട് വളരെ സ്റ്റാൻഡേർഡോട് കൂടി എഴുതുന്നൊരു പോയട്രിയിൽ നിന്നുള്ളൊരു വ്യത്യാസമായിട്ടാണ് പോയട്രി എഴുതേണ്ടത്. അതായത് കോമൺ പീപ്പിളിൻ്റെ അവരെ എൻവയോൺമെൻറ്റായിട്ട് എങ്ങനെയാണ്, നേച്ചറായിട്ട് എങ്ങനെയാണ് അവർ കൺവേ ചെയ്യുന്നത്, ആ ഒരു രീതിയിലേക്ക് പോയട്രി മാറുകയാണ്. സോ ആ ഒരു ഇമോഷൻസിന്, ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇമോഷൻസിനാണ് അവിടെ എംഫസിസ് കൊടുത്തത്. അല്ലാതെ എന്താണ് ആ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പോയട്രി എഴുതുകയല്ല, വിത്ത് റൂൾസ്, അതിൻ്റെ ഒരു മീറ്റർ ബേസ്ഡ് അല്ലെങ്കിൽ അതിൻ്റെ റൂൾ ബേസ്ഡ് ആയിട്ട്, അതായത് ഇന്ന ഇതിൽ വേണം പോയട്രി എഴുതാൻ, ഇത്ര ലൈൻസ് വേണം, അങ്ങനെയുള്ളൊരു മീറ്റർ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റൂൾ ബേസ്ഡ് ആയിട്ട് അതിൻ്റെ ആ ക്ലാസിക്കൽ സ്റ്റാൻഡേർഡിൽ ഒന്നും എഴുതുന്നതല്ല പോയട്രി. അങ്ങനെയാണ് ആ ഒരു മെട്രിക്കൽ അറേഞ്ച്മെൻ്റ് ഒന്നും ഇല്ലാതെ, അതിനോട് ഫിറ്റ് ആവാത്ത രീതിയിൽ. സോ ഹ്യൂമൻസ് വിത്ത് ദെയർ എൻവയോൺമെൻറ്റ്, ഇൻറ്ററാക്ഷൻ ഓഫ് ഹ്യൂമൻസ് വിത്ത് ദെയർ എൻവയോൺമെൻറ്റ്. Although many stress the notion of spontaneity in romantic poetry, the movement was still greatly concerned with the difficulty of composition and of translating these emotions into poetic form. Indeed, Coleridge, in his essay on poesy or art, sees art as the mediatrix between the reconciler of nature and man. Such an attitude reflects what might be called the dominant theme of English romantic poetry, the filtering of natural emotion through the human mind in order to create meaning. അപ്പോൾ പോയട്രി എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇമോഷൻസ് എന്താണോ അതിനെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് ആ ഒരു ഇമോഷൻ എന്താണ്, ഹ്യൂമൻ മൈൻഡ് എങ്ങനെയാണെന്നുള്ളതിന് ഒരു മീനിങ് കൊടുക്കുക. ആ ഒരു രീതിയിലേക്ക് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു ഓവർഫ്ലോ, സ്പോണ്ടേനിറ്റി ഉണ്ടാവണം അവിടെ. അല്ലാതെ എന്താണ് ആ മീറ്റർ കറക്റ്റ് ആക്കാൻ വേണ്ടി, അതിനോട് ഫിറ്റ് ആക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്നതായിരിക്കരുത് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയട്രിയിൽ കൺസേൺ ചെയ്തിരുന്നത്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയട്രി. അതിന് കുറച്ച് എടുത്തു പറയാവുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരുന്നു. സോ എന്താണെന്ന് മാത്രം ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഫസ്റ്റ് വൺ ഈസ് ദ സബ്ലൈം. സോ ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഓഫ് റൊമാൻറ്റിക് പോയട്രി. സബ്ലൈം എന്ന് പറയുന്നതായിരുന്നു റൊമാൻറ്റിക് പോയട്രിയുടെ വൺ ഓഫ് ദ കീ എലമെൻറ്റ്. The sublime in literature refers to the use of language and description that excites thoughts and emotions beyond ordinary experience. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു നോർമൽ ഒരു എക്സ്പീരിയൻസിനപ്പുറം എന്താണ് സബ്ലൈം എന്ന് പറയുന്നത് ലിറ്ററേച്ചറിൽ റെഫേഴ്സ് ടു യൂസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ. ഒരു ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ്റെ യൂസ് ദാറ്റ് എക്സൈറ്റ്സ് തോട്ട്സ് ആൻഡ് ഇമോഷൻസ്. നമ്മളെ തോട്ട്സിനെ ഇമോഷൻസിനെയൊക്കെ എക്സൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ്റെ ഒക്കെ യൂസേജിനെയാണ് സബ്ലൈം എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഓഫ് റൊമാൻറ്റിക് പോയട്രി ബിക്കോസ് ദാറ്റ് ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു ഇമോഷൻസ്. നമ്മളൊരു എക്സ്പീരിയൻസ് എന്നാണ് ചുമ്മാ അങ്ങ് പറയല്ല, അവിടെ ആ ഇമോഷൻസ് കറക്റ്റ് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അതിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. ദോ ഓഫൺ അസോസിയേറ്റഡ് വിത്ത് grandeur, the sublime may also refer to the other extraordinary experiences that take us beyond ourselves. സോ അതുതന്നെയാണ് ആ സെയിം കാര്യം തന്നെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദ ലിറ്റററി കോൺസെപ്റ്റ് ഓഫ് ദ സബ്ലൈം became important in the 18th century. It is associated with the 1757 treatise by Edmund Burke, though it has earlier roots. ആ എഡ്മണ്ട് ബ്രൂക്കിൻ്റെ ട്രീറ്റീസിലും അത് 1757 അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദ ഐഡിയ ഓഫ് ദ സബ്ലൈം വാസ് ടേക്കൺ അപ്പ് ബൈ ഇമാനുവൽ കെൻറ്റ് ആൻഡ് ദ റൊമാൻറ്റിക് പോയറ്റ്സ് ഇൻക്ലൂഡിങ് എസ്പെഷ്യലി വേർഡ്സ്വർത്ത്. ഈ സബ്ലൈം എന്നുള്ളത് ഇമാനുവൽ കെൻറ്റ് അതുപോലെ തന്നെ വേർഡ്സ്വർത്തൊക്കെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഐഡിയ ആണ്. അനദർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് റൊമാൻറ്റിക് പോയട്രി ഈസ് പവർ ആൻഡ് പാഷൻ. പവർ അതുപോലെ തന്നെ പാഷൻ.
ഇതെല്ലാം എന്താണ് ഹ്യൂമൻ ബീങ്സിൻ്റെ മെയിനായിട്ടുള്ള വരുന്ന ഇമോഷൻസ് ആണ് അല്ലേ. സോ ദ റൈറ്റർ ഫീൽസ് ദ പോയം വിത്ത് വെൻ ഹി റൈറ്റ്സ് ഇറ്റ്. ഒരു പോയറ്റ് ഒരു പോയം എഴുതുമ്പോൾ എന്താണ്, ഒരു പോയം എഴുതാൻ വേണ്ടി എഴുതരുത്, ബട്ട് ദ റൈറ്റർ ഫീൽസ് ദ പോയം. അദ്ദേഹം എന്താണ് അത് ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹം അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ആണ് അത് എഴുതുന്നത്. ബിക്കോസ് ആ ഒരു ഇമോഷൻസ് എങ്ങനെയാണോ ഫീൽ ആവുന്നത് അതുപോലെ തന്നെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഹി ട്രൈസ് ടു ഇമാജിൻ ഇൻ ഇറ്റ്. നമുക്കറിയാം എന്താണ് കിഡ്സിൻ്റെ ഈ പോയത്തിലൊക്കെ എന്താണ് അദ്ദേഹം ആ ഒരു ആളായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പേഴ്സൺ. അപ്പോൾ അവരുടെ ഒരു മൈൻഡിൽ നിന്നിട്ടാണ്, ആ മൈൻഡ് സെറ്റിൽ നിന്നിട്ടാണ് അത് എഴുതുന്നത്. സോ ദാറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് റൊമാൻറ്റിക് പോയട്രി. ആൻഡ് ഓൾസോ ഹി യൂസസ് സ്ട്രോങ് വേർഡ്സ് ടു ഷോ പവർ. ആ ഒരു പാഷനും പവർ, അപ്പോൾ വരുന്ന ഒരു ഇമോഷൻസ് അതൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലാംഗ്വേജൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. Then reaction against neoclassicism. റൊമാൻറ്റിക് പോയട്രി കോൺട്രാസ്റ്റ് വിത്ത് ന്യൂ ക്ലാസിക്കൽ പോയട്രി. നമ്മൾ പറഞ്ഞു എന്താണ് ആ ഒരു എൻലൈറ്റൻമെൻറ്റ് പീരീഡ്, അതിനോടൊക്കെയുള്ള റിയാക്ഷനാണ്. അത് ആ ഒരു ടൈമിലുണ്ടായിരുന്ന ഐഡിയ, അതുവരെ യൂസ് ചെയ്തിരുന്ന പോയറ്റിക് ഡിവൈസസ്, സ്റ്റാൻഡേർഡ്സ്, അതിനോടൊക്കെയുള്ള എന്താണ് കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ അതൊരു മൂവ്മെൻ്റ് ആയത്. വിച്ച് വാസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇൻ്റലക്ട് ആൻഡ് റീസൺ, while romantic poetry is more the product of emotion. അപ്പോൾ ന്യൂ ക്ലാസിക്കൽ പീരീഡിൽ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഇൻ്റലക്ച്വലായിട്ട് അതുപോലെ തന്നെ റീസൺസ്, റാഷണലിസം ആയിരുന്നു അവിടെ ഇമ്പോർട്ടൻറ്റ്. ബട്ട് ഇവിടെ എന്താണ്, അവിടെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് എഴുതിയിരുന്നെങ്കിൽ ഇവിടെ ഇമോഷൻ. അപ്പോൾ റൊമാൻറ്റിസിസം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ റൊമാൻറ്റിക് പോയട്രി എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും മൈൻഡിലേക്ക് വരുന്ന കീവേഡ് എന്ന് പറയുന്നത് ഇമോഷനാണ്. ഇമോഷൻ അല്ലെങ്കിൽ ഇമാജിനേഷൻ. ഇമേജറി അല്ല, ഇമാജിനേഷൻ, ദാറ്റ് ഈസ് എ കറക്റ്റ് യൂസ്. ഇമാജിനേഷൻ അല്ലെങ്കിൽ ഇമോഷൻ എന്നുള്ള വേർഡ്സൊക്കെയാണ് നമുക്ക് മൈൻഡിലേക്ക് വരേണ്ടത്. റൊമാൻറ്റിക് പോയട്രി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ 19th century വാസ് എ റിയാക്ഷൻ അഗെയിൻസ്റ്റ് സെറ്റ് സ്റ്റാൻഡേർഡ്സ് കൺവെൻഷൻസ് ഓഫ് 18th century പോയട്രി. സോ എന്താണ് ഈ റൊമാൻറ്റിസിസം വന്നത് എന്നായിരുന്നു, അറ്റ് ദ എൻഡ് ഓഫ് 18th century അല്ലേ. അപ്പോൾ 19th centuryയിലായിരുന്നു അതിൻ്റെ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയട്രിയുടെയൊക്കെ. അപ്പോൾ ആ ഒരു 18th centuryയുടെ ലാസ്റ്റ്, 18th centuryയുടെ ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു, ഒരു സെറ്റ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ കൺവെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പോയട്രി റൈറ്റിങ്ങിൽ. വളരെ റാഷണലായിട്ട് റീസൺ ബേസ്ഡ് ആയിട്ടുള്ള പോയട്രി. സോ അതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ട് ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ റൊമാൻറ്റിക് പോയട്രി വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ഇമാജിനേഷൻ. So belief in the importance of imagination is a distinctive feature of romantic poets such as John Keats, Samuel Taylor Coleridge, and P.B. Shelley. അപ്പോൾ നമ്മൾ ഇമാജിനേഷനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇമാജിനേഷൻ ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇമാജിനേഷൻ ഈസ് അനദർ കീവേഡ് ഓഫ് റൊമാൻറ്റിക് പോയട്രി. സോ നെക്സ്റ്റ് വൺ ഈസ് നേച്ചർ പോയട്രി. ഇപ്പോൾ നേച്ചർ പോയട്രി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് നമുക്കറിയാം, ഇവിടെ എന്താണ് നേച്ചറിനായിരുന്നു റൊമാൻറ്റിക് പോയട്രി എന്ന് പറയുന്നത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് നേച്ചർ. സോ നേച്ചർ പോയട്രി അല്ലെങ്കിൽ ലവ് ഫോർ നേച്ചർ ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് റൊമാൻറ്റിക് പോയട്രി. ആസ് എ സോഴ്സ് ഓഫ് ഇൻസ്പിരേഷൻ, this poetry involves a relationship between external nature and places and a belief in pantheism. However, the Romantic poets differed in their views about nature. Wordsworth recognized nature as a living thing, teacher, God and everything. ഇവിടെ എന്താണ് വേർഡ്സ്വർത്ത് നേച്ചറിനെ പറയുന്നത് എന്തായിട്ടാണ്, ആസ് എ ലിവിങ് തിങ്, ടീച്ചർ, ഗോഡ് ആൻഡ് എവറിത്തിങ്. These feelings are fully developed and expressed in his epic poem, The Prelude. In his poem, The Tables Turn, he writes like that. Okay.
സോ ഷെല്ലിയും നമ്മുടെ ഷെല്ലി അതുപോലെ തന്നെ ഒരു അനദർ നേച്ചർ പോയറ്റാണ്. ഹി ബിലീവ് ദാറ്റ് നേച്ചർ ഈസ് എ ലിവിങ് തിങ് ആൻഡ് ദർ ഇസ് എ യൂണിയൻ ബിറ്റ്വീൻ നേച്ചർ ആൻഡ് മാൻ. വേർഡ്സ്വർത്ത് അപ്രോച്ചസ് നേച്ചർ ഫിലോസഫിക്കലി വൈൽ ഷെല്ലി എംഫസൈസസ് ദ ഇൻ്റലക്ട്. അതുപോലെ തന്നെ നേച്ചറിനെ ദ ലവർ ഓഫ് നേച്ചർ ആണ് നമ്മുടെ ജോൺ കീറ്റ്സും. ബട്ട് കോൾറിഡ്ജ് ഡിഫേഴ്സ് ഫ്രം അതർ റൊമാൻറ്റിക് പോയറ്റ്സ് ഓഫ് ഹിസ് ഏജ് in that he has a realistic perspective on nature. അപ്പോൾ കോൾറിഡ്ജ് മാത്രമാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നേച്ചറിനെ കണ്ടിട്ടുള്ളത്. അദ്ദേഹം കുറച്ച് എന്താണ് റിയലിസ്റ്റിക് ആയിട്ടാണ് നേച്ചറിനെ കണ്ടിട്ടുള്ളത്. ഹി ബിലീവ്സ് ദാറ്റ് നേച്ചർ ഈസ് നോട്ട് എ സോഴ്സ് ഓഫ് ജോയ് ഓർ പ്ലഷർ. നേച്ചർ എന്ന് പറയുന്നത് ഒരു ജോയിൻ്റെ പ്ലഷറിൻ്റെ മാത്രം സോഴ്സ് അല്ല, ബട്ട് റാദർ ദാറ്റ് പീപ്പിൾസ് റിയാക്ഷൻ ടു ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ മൂഡ് ആൻഡ് ഡിസ്പൊസിഷൻ. Coleridge believed that joy does not come from external nature, but that it emanates from the human heart. നമ്മൾ മറ്റുള്ള പോയിറ്റ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് കോൾറിഡ്ജ് പറഞ്ഞത് എന്താണ്? ജോയ് അല്ലെങ്കിൽ പ്ലഷറിൻ്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും നേച്ചർ അല്ല, ഇറ്റ് കംസ് ഫ്രം അവർ ഓൺ മൈൻഡ് എന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു കോൾറിഡ്ജിനുണ്ടായിരുന്നത്. ദെൻ another element is melancholy. Melancholy is the prominent place in romantic poetry and is an important source of inspiration for the romantic poets. Melancholy എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇമോഷൻ അല്ലേ? അപ്പോൾ അതിൽ വേറൊന്നും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മെഡീവലിസം. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ആയിരുന്നു. റൊമാൻറ്റിക് പോയട്രി വാസ് അട്രാക്റ്റഡ് ടു നൊസ്റ്റാൾജിയ ആൻഡ് മെഡീവലിസം ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് റൊമാൻറ്റിക് പോയട്രി, എസ്പെഷ്യലി ഇൻ ദ വർക്ക്സ് ഓഫ് ജോൺ കീറ്റ്സ്. അത് നമുക്ക് ഈ ഗ്രേഷ്യൻ ഏണൊക്കെ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അവിടെ എന്താണ് ഒരു ഗ്രീക്ക് ഇതിലേക്കാണ് അദ്ദേഹം പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. ദെൻ ഹെലനിസം, ദ വേൾഡ് ഓഫ് ക്ലാസിക്കൽ ഗ്രീസ് വാസ് ഇമ്പോർട്ടൻറ്റ് ടു റൊമാൻറ്റിക്സ്. റൊമാൻറ്റിസ്റ്റുകൾക്ക് എന്താണ് ആ ഒരു ക്ലാസിക്കൽ ഗ്രീസ് ആണ്. നമ്മുടെ ഓഡോണി ഗ്രേഷ്യൻ ഏണിലൊക്കെ എന്താണ് ഗ്രീസ് അല്ലേ, ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവിടെ ഹെലനിസം ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. John Keats' poetry is full of allusions to the art, literature and culture of Greece, as for example in Odone Gracian Urn. Next is supernaturalism. Most of the romantic poets use supernatural elements in their poetry. അത് നമുക്കറിയാം അല്ലേ, നേച്ചറിനെ ഒരു റിയലിസ്റ്റിക് ആയിട്ടല്ലല്ലോ കാണുന്നത്, ഇറ്റ് ഹാസ് എ സൂപ്പർ നാച്ചുറൽ പവറാണ് ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, so Samuel Taylor Coleridge is the leading romantic poet in this regard. ആ ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻറ്റിൻ്റെ ബേസിലെടുത്ത് നോക്കുമ്പോൾ കോൾറിഡ്ജ് ആണ് അല്ലേ നമുക്കായാലും പെട്ടെന്ന് ഓർമ്മ വരിക. കാരണം കുബ്ല ഖാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈസ് ഫുൾ ഓഫ് സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സബ്ജക്റ്റിവിറ്റി. സോ ഇവിടെ എന്താണ് പോയട്രി ഓഫ് സെൻറ്റിമെൻറ്റ്സ്, ഇമോഷൻസ് ആൻഡ് ഇമാജിനേഷൻ. റൊമാൻറ്റിക് പോയട്രി എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റിവിറ്റി അല്ലെങ്കിൽ ആ നിയോ ക്ലാസിക്കൽ പോയട്രി ഇതിനൊക്കെ എഗെയിൻസ്റ്റായിട്ട് ഒരു ഒപ്പോസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ നിയോ ക്ലാസിക്കൽ പോയറ്റ്സ് അവോയ്ഡ് ഡിസ്ക്രൈബിങ് ദെയർ പേഴ്സണൽ ഇമോഷൻസ് ഇൻ ദെയർ പോയട്രി. അപ്പോൾ നിയോ ക്ലാസിക്കൽ പോയറ്റ്സിനൊക്കെ എന്തായിരുന്നു, അവരൊരു സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പോയംസ് ആയിരുന്നു എഴുതിയിരുന്നത്. ബട്ട് അവരുടെ പേഴ്സണലായിട്ടുള്ള ഇമോഷൻസൊന്നും അവരുടെ പോയട്രിയിൽ നമുക്ക് കാണാൻ പറ്റില്ല, അവരതൊന്നും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് അൺലൈക്ക് ദാറ്റ് റൊമാൻറ്റിക്സ് എന്തായിരുന്നു, അവരുടെ പേഴ്സണൽ ഇമോഷൻസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഫുള്ളി ത്രൂ ഔട്ട് ദ പോയം എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതാണ് ആ സബ്ജക്ട്സിൽ വരുന്ന ഡിഫറൻസ്. അപ്പോൾ അത്രയുമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്നും എന്തായിരുന്നു അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ആ നിയോ ക്ലാസിക്കൽ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അതൊക്കെ ഒന്ന് ഇങ്ങനെ മനസ്സിൽ കാണുക. അപ്പോൾ അതിനൊക്കെ ഒപ്പോസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അതായത് ആ ഒരു റൂൾസിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ആ ഒരു സ്ട്രക്ചറിൽ നിന്ന്, കൺവെൻഷണൽ സ്ട്രക്ചറിൽ നിന്ന് മാറിയിട്ട് ഇമാജിനേഷൻ അല്ലെങ്കിൽ ഇമോഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പോയറ്റ്സ് വർക്ക്സ് എല്ലാ ഫീൽഡിലും ആ മാറ്റം വന്നിട്ടുണ്ട്. പോയട്രിയിൽ വന്നിട്ടുള്ള മാറ്റമാണ് ഞാൻ പറയുന്നത്. ആ ഒരു ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പോയറ്റ്സിന് എന്താണോ ഫീൽ ചെയ്തത് ആ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു റാഷണലിസ്റ്റ് കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് ഇമോഷണലായിട്ട് ഇമാജിൻ ചെയ്തുകൊണ്ടൊക്കെ ആ ഒരു പോയട്രിയുടെ
തലം തന്നെ മാറി. നെക്സ്റ്റ് റൊമാൻറ്റിക് ഓതേഴ്സിൻ്റെ നെയിംസാണ്. ഇറ്റ് ഇസ് ആരൊക്കെയാണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ജെയിൻ ഓസ്റ്റൻ, നിക്കോളാസ്, ദെൻ അഡോൾഫോ ബെക്കർ, വില്യം ബ്ലേക്ക്, ഷാർലറ്റ് ബ്രോണ്ടെ, എമിലി ബ്രോണ്ടെ, ആൻ ബ്രോണ്ട്, റോബർട്ട് ബേൺസ്, ലോർഡ് ബൈറൺ, തോമസ് കാർലൈൽ, അലക്സാണ്ടർ, സാമുവൽ ടൈലർ കോൾറിഡ്ജ്, അലക്സാൻഡ്ര ഡുമസ്, മരിയ എഡ്വർത്ത്, റാൽഫ് വാൽഡോ എമേഴ്സൺ, മിഹായ് എമിനോ, ഊഗോ ഫോസ്കോളോ, and Alexander Fredro, Johann Wolfgang von Goethe, Nikolai Gogol, Victor Hugo, Nathaniel Hawthorne, Washington Irving, John Keats, Sigmund, then Ignacy. ഇത് എല്ലാം എന്താണ് ഇംഗ്ലീഷ് പോയറ്റ്സ് മാത്രമല്ല കേട്ടോ. ആ ഒരു ടൈമിൽ വന്നിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ നമുക്ക് പോയറ്റ്സിനെ മാത്രം മതി. നെക്സ്റ്റ് നമുക്ക് അതൊക്കെ സ്കിപ്പ് ചെയ്യാം. എഡ്ഗർ അലൻ പോ, ദെൻ അലക്സാണ്ടർ പുഷ്കിൻ, മാരി റോബിൻസൺ, ജോർജ് സാൻഡ്, വാൾട്ടർ സ്കോട്ട്, മേരി ഷെല്ലി, പി ഷെല്ലി, ജൂലിയസ് സ്ലോവോക്കി, ഹെൻറി ഡേവിഡ് തോറോ, വില്യം വേർഡ്സ്വർത്ത്, ഇത്രയും ഓതേഴ്സ്. സോ ആ ഓതേഴ്സിനെ നിങ്ങളത്ര ഇതാക്കണ്ട. നമ്മൾ പോയിറ്റ്സിനെ മാത്രമായിട്ട് ഇനി എടുത്ത് അവരുടെ വർക്ക്സും കൂടി ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയിക്കോളും കേട്ടോ. ദെൻ റൊമാൻറ്റിക് പോയട്രിയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സും പോയറ്റ്സുമാണ്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ഓക്കെ. മൈ ഹാർട്ട് ലീപ്സ് ടു വില്യം വേർഡ്സ്വർത്ത്. ദെൻ ഡാഫോഡിൽസ് ബൈ വില്യം വേർഡ്സ്വർത്ത്. അപ്പോൾ വില്യം വേർഡ്സ്വർത്തിൻ്റെ മൈ ഹാർട്ട് ലീപ്സ് ടു ആൻഡ് ഡാഫോഡിൽസ്. നെക്സ്റ്റ് വൺ ഈസ് വില്യം വേർഡ്സ്വർത്ത്, ഐ വാണ്ടേർഡ് ലോൺലി ആസ് എ ക്ലൗഡ്. ദെൻ ഫ്രോസ്റ്റ് അറ്റ് മിഡ് നൈറ്റ് ബൈ സാമുവൽ ടൈലർ കോൾറിഡ്ജ്. ദ റൈം ഓഫ് ആൻഷ്യന്റ് മാരിനർ ബൈ കോൾറിഡ്ജ്. കുബ്ല ഖാൻ ബൈ കോൾറിഡ്ജ്. സോണറ്റ് ഓൺ ബീയിങ് cautioned against walking a headland, Charlotte Smith. The Young Hammer's Nest by John Clare. Mont Blanc by P.B. Shelley. To a Skylark by P.B. Shelley. Ode to a Nightingale, John Keats. To Autumn by John Keats. Darkness by Lord Byron. Annabel Lee, Edgar Allan Poe. The Raven, Edgar Allan Poe. London and the Tiger by William Blake. ഇതൊക്കെയാണ് സം ഓഫ് റൊമാൻറ്റിക് പോയംസ്. ഓക്കെ. ഇനി ഒരുപാട് വർക്ക്സ് ഉണ്ട്. ബട്ട് ഇതൊക്കെ ജസ്റ്റ് കഴിയുന്നത്ര നമ്മൾ ഒന്ന് ഗോ ത്രൂ ദാറ്റ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു റൊമാൻറ്റിസിസം എന്നുള്ളൊരു ഇതിൽ. അപ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ആരൊക്കെയാണെന്ന് ഇതൊരു ഇങ്ങനെ കുറേ പ്രാവശ്യം അതിലൂടെ പോകുമ്പോൾ നമുക്ക് കുറേ പേരൊക്കെ ഇങ്ങനെ മനസ്സിൽ നിൽക്കുമല്ലോ. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ എല്ലാ പേരൊന്നും നിങ്ങൾ എടുക്കണ്ട. അപ്പോൾ ഈ ഒരു വർക്ക്സൊക്കെ ജസ്റ്റ് ഒന്ന് അതിലൂടെ കടന്നു പോകുമ്പോൾ ഓർത്ത് വയ്ക്കുക. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഓഡോണെ ഗ്രേഷ്യൻ ഏൺ, അപ്പോൾ ഓഡ് എന്താണെന്നുള്ളതും ഓഡോണെ ഗ്രേഷ്യൻ ഏണിൻ്റെ അനാലിസിസും ഒക്കെ ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഓക്കെ. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.